ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് എറണാകുളം തൃപ്പൂണിത്തുറ കോട്ടയം റൂട്ട് ഹൈവേ പുതിയകാവിനടുത്ത് ഉദയംപേരൂർ വലിയകുളത്ത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വലിയ കാറുകൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റുവാനും റിവേഴ്സ് എടുത്ത് തിരിക്കുവാനും സൗകര്യമുള്ള വഴിയിൽ 3.5 സെൻറ്റ് സ്ഥലത്ത് 3 കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ശാന്തസുന്ദരമായ ഏരിയയിൽ 1400 സ്ക്വയർ ഫീറ്റ് ഇരുനില 3 BHK ആയി നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു പുതിയ ഇൻഡിപെൻഡൻറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന ഈ വീട് ഫേസ് ചെയ്യുന്നത് കിഴക്ക് ദർശനത്തിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും ഫ്രണ്ട് സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത് വടക്ക് ദർശനത്തിലുമാണ്. വാഹനങ്ങൾ സുഗമമായി കോമ്പൗണ്ടിലേക്ക് കയറ്റുവാൻ പാകത്തിൽ വഴിയുടെ അതേ വീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗേറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധം GI സ്ക്വയർ പൈപ്പിൽ ഒറ്റ ഗേറ്റ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് പാർക്കിംഗ് ഏരിയ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത്. ലെഫ്റ്റ് ഭാഗത്തെ പാർക്കിംഗ് ഏരിയയുടെ നീളം 32 അടിയും വീതി 9.5 അടിയുമാണ്. റൈറ്റ് സൈഡിലെ പാർക്കിംഗ് ഏരിയയുടെ നീളം 14.5 അടിയും വീതി 10.25 അടിയുമാണ്. വീടിന്റെ റൈറ്റ് സൈഡിലെ വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വാട്ടർ മീറ്ററും അതിൻ്റെ ബോക്സും അതിനോട് ചേർന്ന് തന്നെ പൈപ്പ് വെള്ളം എടുക്കുന്നതിനായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും സിറ്റ് ഔട്ടിന്റെ സൈഡ് ബോർഡറും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടും ബാക്കി വരുന്ന സൈഡ് ഭാഗങ്ങളും ഡാർക്ക് ബ്രൗൺ കളറിൽ ഡാർക്ക് ഐവറി കളർ ഗ്രെയിൻസോട് കൂടിയ വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 5 അടിയും വീതി 28 സെന്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 8.5 അടി നീളവും 5.25 അടി വീതിയുമാണ്. 44.5 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. തട്ടിലൊക്കെ ആണെങ്കിലും LED ലൈറ്റ്സ് ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ മുറികളിലും ലൈറ്റ്സും ഫാനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ നല്ല ക്വാളിറ്റി കൂടിയ മൾട്ടി വുഡിൽ നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിൽ ബ്ലൂ ഗ്രെയിൻസോട് കൂടിയ നല്ല ക്വാളിറ്റി കൂടിയ 4x2 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 13 അടി നീളവും 10 അടി വീതിയുമാണ്. 130 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 11 അടി നീളവും 11.25 അടി വീതിയുമാണ്. 124 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു സ്റ്റെയർ റൂം കാണാം. സ്റ്റെയർ റൂമിന്റെ റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ ഫുഡ് കഴിച്ച് കൈ കഴുകുന്നതിനായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയറിൻ്റെ താഴെയാണെങ്കിൽ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള. ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം 10.25 അടി നീളവും 5.5 അടി വീതിയുമാണ്. 64.5 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം
11 അടി നീളവും 9.25 അടി വീതിയുമാണ്. 102 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ബെഡ്റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോറുകളും അകത്ത് 8 കള്ളികളോടും കൂടിയ ഒരു വാർഡ്രോബ്സ് ആണിത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിന്റെ വലിപ്പം 6.25 അടി നീളവും 5 അടി വീതിയുമാണ്. 31 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ലൈറ്റ് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഡോറ് ഗ്ലാസിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ നല്ല ഡിസൈനിങ്ങോട് കൂടിയ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 9.25 അടി നീളവും 7.5 അടി വീതിയുമാണ്. 73 സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും റൈസർ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം കളർ ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 89.5 സെൻറ്റിമീറ്ററും വീതി 26 സെൻറ്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ മൊത്തം 20 സ്റ്റെപ്പുകളാണുള്ളത്. കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 13.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 136 സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ഏരിയയുടെ വലിപ്പം 6.25 അടി നീളവും 5.25 അടി വീതിയുമാണ്. 36 സ്ക്വയർ ഫീറ്റ് ആണ് വാഷ് ഏരിയ ഉള്ളത്. വാഷ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ഏരിയയിൽ ഒരു വാഷ് ബേസിനും ഒരു ടാപ്പും സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 10.25 അടി നീളവും 10 അടി വീതിയുമാണ്. 102.5 സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത്. റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ 16 കള്ളികളും 3 ഡോറുകളും ഒരു ഡ്രോയറും അടക്കമുള്ള ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തുറക്കുമ്പോഴുള്ള ദൃശ്യം. ലെഫ്റ്റ് സൈഡിലായിട്ട് മിററോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ പാസേജിന്റെ വലിപ്പം 4.5 അടി നീളവും 3.5 അടി വീതിയുമാണ്. 15.5 സ്ക്വയർ ഫീറ്റ് ആണ് പാസേജ് ഉള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ലൈറ്റ് ബ്രൗൺ കളറും ഡാർക്ക് ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 11.25 അടി നീളവും 9.25 അടി വീതിയുമാണ്. 104 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ റൂമിന്റെ റൈറ്റ് സൈഡിലും 3 ഡോറുകളും 13 കള്ളികളും ഒരു ഡ്രോയറും അടക്കമുള്ള ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിന്റെ വലിപ്പം 6.5 അടി നീളവും 5 അടി വീതിയുമാണ്. 32.5 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ടാപ്പ് ഫിറ്റിംഗ്സുകളും ബാത്റൂം ഫിറ്റിംഗ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി പരിചയപ്പെടാം. ബാൽക്കണിയിലേക്ക് കടക്കുന്ന ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. സൈഡിൽ ഹാൻഡ് റെയിൽ സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് പണിതിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ വലിപ്പം 8.25 അടി നീളവും 7.25 അടി വീതിയുമാണ്. 60 സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത്. ബാൽക്കണിയോട് ചേർന്ന് തന്നെയുള്ള ഒരു ടൈല് പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അവിടെയും ഇവർ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ. സാധാരണ ഈ സ്റ്റെയർ പുറത്തുകൂടിയാണ് പണിയാറ്. ഇത് സെയിം
താഴെയുള്ള സ്റ്റെയറിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. 20 സ്റ്റെപ്പുകൾ തന്നെയാണ് ഈ സ്റ്റെയറിലും ഉള്ളത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഏകദേശം 650 സ്ക്വയർ ഫീറ്റോളം വലിപ്പമാണ് ഈ ടെറസിനുള്ളത്. ഇവിടെ വേണമെങ്കിൽ ഭാവിയിൽ റൂമുകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സൗകര്യത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെയർ റൂം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ബസ് റൂട്ടിൽ നിന്നും അധികം ദൂരെയല്ലാതെ ലോറി കടന്നു വരുന്ന വഴിയിൽ 3 കാർ പാർക്കിംഗ് സൗകര്യത്തിൽ 1400 സ്ക്വയർ ഫീറ്റ് ഇരുനില 3 BHK ആയി നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. റേറ്റ് തീർച്ചയായിട്ടും നെഗോഷിയബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 11 കിലോമീറ്റർ ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 6.5 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 3.5 കിലോമീറ്ററും നടക്കാവിലേക്ക് 1 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 3 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 6 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 6.5 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് 11 കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് 7.5 കിലോമീറ്ററും കാക്കനാടേക്ക് 13.5 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 10 കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് 12.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 18 കിലോമീറ്ററും കലൂരേക്ക് 15 കിലോമീറ്ററും അടുത്തുള്ള മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 3.25 കിലോമീറ്ററും കുരിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.25 കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.